മണ്ണിടിച്ചിൽ ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേശീയപാത അതോറിറ്റിയുടെ അധികൃതരുമായി ബന്ധപ്പെട്ടുവെങ്കിലും അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാനോ ഇടപെടാനോ തയ്യാറായില്ല എന്നൊരു ആക്ഷേപം കൂടി നിലനിൽക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ള സാമഗ്രികൾ, പ്രത്യേകിച്ച് ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്ന ഒരിടമാണ്. അവരുടെ കയ്യിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. JCB ഉണ്ട്, മറ്റു വലിയ ടോറസ് പോലുള്ള വാഹനങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ആദ്യഘട്ടത്തിൽ വിട്ടു നൽകുന്നതിനോ അല്ലെങ്കിൽ ഈ സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുക്കുന്നതിനോ തയ്യാറായില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇന്നലെ ഉച്ച മുതൽ, അതായത് വെള്ളിയാഴ്ച ഉച്ച മുതൽ മണ്ണിടിച്ചിൽ ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ആ മണ്ണിടിച്ചിലിന്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ നിർമ്മാണം നിർത്തിവെക്കുന്നതിനോ ദേശീയപാത അതോറിറ്റി തയ്യാറായിരുന്നില്ല. പകരം റോഡിൽ നിന്ന്, പ്രത്യേകിച്ച് മൂന്നാറിനുള്ള പാതയിൽ നിന്ന് മണ്ണ് പൂർണ്ണമായും നീക്കി റോഡ് തുറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് അവിടെ ചെയ്തിരുന്നത് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ ആ പ്രശ്നം വളരെ ഗൗരവമായി മാറുകയാണ്. രണ്ടുപേരുടെ ജീവൻ കയ്യിൽ വെച്ചുകൊണ്ടുള്ള കളികൾക്കാണ് കാര്യങ്ങൾ പോകുന്നത്. രണ്ടുപേർ ആ വീടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർണ്ണ തോതിലേക്ക് എത്തിക്കാനും കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. മണ്ണിടിച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി അവിടെ ഇരിക്കുന്ന ആളുകളുടെ ജീവനെ പോലും ബാധിക്കുന്ന നിലയിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. പ്രജിത്ത്, ലാൽ, ഇന്നലെ ഉച്ചയോടുകൂടി ഉണ്ടായ ആ മണ്ണിടിച്ചിൽ, അത് ഈ പറയുന്ന ആ 40 അടിയോളം ഉയരമുള്ള മൺതിട്ട അതിടിഞ്ഞ് ഈ റോഡിലേക്ക് വീഴുന്നു. അത് ദേശീയപാതയാണ്. അതിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. ഭാഗ്യത്തിന് ആ സമയത്ത് വാഹനങ്ങളൊന്നും പോരുന്നില്ല. അതുകൊണ്ട് തന്നെ വലിയ അപകടം തലനാരിഴയ്ക്ക് ഒഴിവായി എന്നൊക്കെ പറയാം. അതായത് അതിന് മുമ്പേ തന്നെ അവിടെ വിള്ളൽ രൂപപ്പെട്ടിരുന്നു. അത് കൃത്യമായി അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. പക്ഷേ അപ്പോഴൊന്നും ഒരു നടപടിയും ഉണ്ടായില്ല. പിന്നാലെ ഇന്നലെ ഉച്ചയ്ക്ക് വീണ്ടും ആദ്യം മണ്ണിടിയുന്നു. അതോടുകൂടി ഗതാഗതം തടസ്സപ്പെടുന്നു. പിന്നീട് വഴിതിരിച്ചു വിടുന്നു വാഹനങ്ങൾ. ഇതൊക്കെയാണ് ഇന്നലെ രാത്രിയും ഇന്ന് പകലുമൊക്കെയായി സംഭവിച്ചത്. പക്ഷേ ഇന്നലെ ഉണ്ടായ അപകടത്തിന് എത്രമാത്രം അടുത്താണ് ഇപ്പോൾ ഉണ്ടായ ഈ മണ്ണിടിച്ചിൽ, ലാൽ? ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിലിന്റെ ബാക്കി പത്രം, അതായത് ആ മണ്ണിടിച്ചിൽ ഉണ്ടായ ഇടത്ത് തന്നെയാണ് നിലവിൽ വലിയ തോതിലുള്ള മൺതിട്ട ഇടിഞ്ഞ് താഴേക്ക് പതിച്ചിരിക്കുന്നത്. 22 കുടുംബങ്ങളാണ് ഇന്നലെ മണ്ണിടിഞ്ഞ് നേരിയ തോതിലാണെങ്കിലും മണ്ണിടിഞ്ഞ് വീണതിന്റെ താഴ്ഭാഗത്തായിട്ട് അടിവാരത്തായിട്ട് ഉണ്ടായിരുന്നത്. കൂടുതൽ മണ്ണിടിയാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ നിന്ന് ഈ കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചത്. അതേ ഇടത്ത് തന്നെ വീണ്ടും വലിയ രീതിയിൽ മണ്ണിടിഞ്ഞ് സമീപത്തുണ്ടായിരുന്ന ഒരു വീട് തകർന്ന അവസ്ഥയിലേക്കാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. കാരണം ആ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് ഉണ്ടാകുന്നതിന് മുൻപേ മുൻകരുതലുകൾ ഒരുപക്ഷെ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴും അവിടെ ഉള്ള ബാക്കി കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിനാണ് നിലവിൽ മുൻതൂക്കം നൽകിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്നുണ്ട്. കൂടുതൽ മണ്ണിടിഞ്ഞ് താഴേക്ക് വരുന്ന അവസ്ഥയും ആ പ്രദേശത്ത് ഉണ്ടാകുന്നുണ്ട്. അത് കണക്കിലെടുത്തുകൊണ്ടാണ് കൂടുതൽ കുടുംബങ്ങളെ മാറ്റി പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. സ്കൂളിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്, വാഹന സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള JCB നിലവിൽ അവിടെ എത്തിയിട്ടുണ്ട്. ആ JCB കൊണ്ട് മണ്ണ് മാറ്റി വീടിനകത്തേക്ക് ഉള്ള പ്രവേശനം അടക്കമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് നിലവിൽ ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. ലാൽ കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ ഇപ്പോൾ അവിടെ നിന്നും ലഭ്യമായിട്ടുണ്ട്. അത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആ പ്രദേശത്തെ നാട്ടുകാരെല്ലാം തന്നെ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പ്രാഥമികമായി ഈ ഭാഗത്തേക്ക് എത്തുകയും പിന്നീട് ഇവരിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകളൊക്കെ പരമാവധി പുറത്തേക്ക് എടുത്തതൊക്കെ അവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. കാരണം ഒന്നാമത് അവിടെ വൈദ്യുതി വിച്ഛേദിച്ച സ്ഥിതിയിലാണ് കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടത്തേക്ക് എത്താൻ ആ ഭാഗത്തെക്കുറിച്ച് കൃത്യമായി അറിയുന്നവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പോലീസും ഫയർഫോഴ്സൊക്കെ പിന്നീട് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്നാണ് അങ്ങോട്ടേക്ക് എത്തിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ NDRF സംഘവും ആ മേഖലയിലേക്ക് എത്താറായിട്ടുണ്ട് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടത്തേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ചെറിയ ഇടുങ്ങിയ വഴി മാത്രമേ അങ്ങോട്ടുള്ളൂ. അവിടേക്ക് JCB ഒക്കെ തന്നെ വളരെ ശ്രമകരമായാണ് അങ്ങോട്ടേക്ക് എത്തിച്ചത്. പിന്നീട് ഫയർഫോഴ്സ് ടീം അംഗങ്ങൾ എത്തിയ ശേഷമാണ് വീടിനകത്തേക്ക് ഇറങ്ങുകയും അതിനകത്ത് കുടുങ്ങിയ ആൾക്കാരിൽ ഭൂരിഭാഗം 2 പേരൊഴികെ ബാക്കി എല്ലാവരെയും പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞത്. നേരത്തെ അവിടുത്തെ പൊതുപ്രവർത്തനായ KM ഷാജി വ്യക്തമാക്കിയത് 2 പേര് മാത്രമാണ് ഇപ്പോൾ കുടുങ്ങിയെടുക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്നും രക്ഷപ്പെടുത്തി മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതായിരുന്നു. ഈ 2 പേരിൽ ഒരാൾ ബിജു, പ്രദേശവാസിയായ ബിജുവിൻ്റെ ഭാര്യ സന്ധ്യ, ഇവർ 2 പേര് മാത്രമാണ് ഇപ്പോൾ ഈ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നത്. അവരുടെ ശബ്ദം കേൾക്കാം, അവരുമായി സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു രക്ഷാപ്രവർത്തകർ. പക്ഷേ അതിനകത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് അത് നിലവിലുണ്ട്. കാരണം പൂർണ്ണമായും മണ്ണടിഞ്ഞു നിലയിലാണ് ഈ വീടിൻ്റെ ഘടന ഇപ്പോൾ ഉള്ളത്. പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അതിൻ്റെ മേൽക്കൂരയടക്കം മൺതൊട്ട നിലയിലാണ്. അതുകൊണ്ട് തന്നെ അതിനകത്തേക്ക് കടക്കുക അത്
വിദഗ്ധർക്കല്ലെങ്കിൽ അത് കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല ഇവർ ഇപ്പോൾ സുരക്ഷിതമായി ആ വാക്കുപയോഗിക്കാൻ കഴിയുന്നു ഈ ഘട്ടത്തിൽ. കാരണം അതിനകത്തുനിന്നുള്ള ശബ്ദം കൃത്യമായി കേൾക്കാം. സുരക്ഷിതമായ ഒരു സ്ഥലത്ത് ഈ മണ്ണിനടിയിലുണ്ട് എന്നാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ആ കൃത്യമായ സ്ഥാനം എവിടെയാണെന്ന് മനസ്സിലാക്കാതെ ഇറങ്ങിച്ചെല്ലുന്നത് കൂടുതൽ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ആദ്യം ഈ ഭാഗത്ത് എവിടെയാണ്, ഈ വീടിനകത്ത് എവിടെയാണ് അവർ കുടുങ്ങിക്കിടക്കുന്നതെന്ന കാര്യം വ്യക്തമായി മനസ്സിലാക്കുക. അതിനുശേഷം അകത്തേക്ക് മറ്റ് ക്രമീകരണങ്ങൾ ഉപയോഗിച്ച് ഇറങ്ങുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.